ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി പ്രോൺസ് പനീർ ബിരിയാണി ആയാലോ. 1 കിലോ അരി എടുക്കുക, അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെക്കുക. ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ കുതിർത്ത അരി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഗ്രാമ്പ്, പട്ട, ഏലക്ക, തക്കോലം, ബേ ലീഫ് ഇത്രയും ചേർത്ത് 1/4 ഭാഗം വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലവണ്ണം വേവേണ്ട ആവശ്യമില്ല. അരിയിട്ട് അതിൻ്റെ ഡബിൾ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. അത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കുക. വേറൊരു പാത്രം എടുക്കുക, അതിൽ എണ്ണ ഒഴിക്കുക. നേരത്തെ ഇട്ടതുപോലെ തന്നെ എല്ലാ ഗരം മസാലകളും അതിൽ ചേർക്കുക. 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് വറുക്കുന്നവരെ നമുക്ക് പ്രോൺസിൽ കുറച്ച് മസാല തേച്ച് വെക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് അരമണിക്കൂർ കൊഞ്ച് മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതിവിടെ ഫ്രൈ ആവുന്നത് വരെ നമുക്ക് സവാള എന്തായി നോക്കാം. സവാള നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ മാറി വരുന്നവരെ മൂപ്പിക്കുക. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തൈര്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മസാലയിലോട്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവിയാക്കി കൊടുക്കുക. ഗ്രേവിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കൊഞ്ചിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പനീർ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. ക്യൂബ്സ് ആക്കിയ പനീർ എണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. വലുതായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ കൊഞ്ചിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. വേവിച്ച് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആ ചോറ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്കൊരു 3-4 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാനായിട്ട് വെക്കുക. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം ദമ്മായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മല്ലിയില, പുതിനയില വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ എന്ത് വേണോ ഫ്രൈ ചെയ്ത് ചേർക്കാം. നല്ല ചൂട് അടിപൊളി പ്രോൺസ് പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.